നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അഭിമാന പദ്ധതികളിലൊന്നായ മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതി അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. 2026 ഡിസംബറോടെ ബുള്ളറ്റ് ട്രെയിൻ പാളത്തിലെത്തിക്കുമെന്ന് സൂചനയാണ് അധികൃതർ നൽകുന്നത്. പദ്ധതിയുടെ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. മുംബൈ, സൂറത്ത്, വഡോദര, അഹമ്മദാബാദ് എന്നീ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ബുള്ളറ്റ് ട്രെയിൻ കടന്നുപോവുക. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്. നാഷണൽ ഹൈസ്പീഡ് റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിലാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുള്ളത്. നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ പദ്ധതിക്കായി അനുവദിച്ച തുക സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നു. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് 1,80,000 കോടി രൂപ അനുവദിച്ചതായാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പദ്ധതിയുടെ ഭാഗമായി 290.64 കിലോമീറ്റർ പിയർ ഫൗണ്ടേഷൻ, 267.48 കിലോമീറ്റർ പിയർ നിർമ്മാണം, 150.97 കിലോമീറ്റർ ഗൗഡർ കാസ്റ്റിംഗ്, 119 കിലോമീറ്റർ ഗാർഡർ ലോഞ്ചിങ് എന്നിവ പൂർത്തിയായി. പദ്ധതി പ്രകാരമുള്ള എല്ലാ പ്രവൃത്തികളും പൂർത്തിയായ ശേഷം മാത്രമേ അന്തിമ ചെലവ് വ്യക്തമാക്കൂ. മറ്റ് തടസ്സങ്ങൾ ഇല്ലെങ്കിൽ പദ്ധതി തീരുമാനിച്ചുറപ്പിച്ച സമയത്തിൽ പൂർത്തിയാകും. ബുള്ളറ്റ് ട്രെയിൻ കടലിനടിയിലെ തുരങ്കത്തിലൂടെ കടന്നു പോകുമെന്ന പ്രത്യേകതയുമുണ്ട്. മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിനും മഹാരാഷ്ട്രയിലെ താനെയിലെ ഷിൽഫാദിക്കും ഇടയിലായി 21 കിലോമീറ്റർ തുരങ്കമാണ്. ഇതിൽ 7 കിലോമീറ്റർ ദൂരം കടലിനടിയിലൂടെയാണ്. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയുള്ള തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത്.